നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്ന ഒരു റാഗി സ്മൂത്തിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരമുള്ള ഒരു ഹെൽത്തി ഓപ്ഷനാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതും നമുക്ക് നോക്കാം. ഈ റാഗി സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ റാഗി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ്. ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കി വയ്ക്കാം. ഇതാ ഒട്ടും കട്ടയില്ലാതെ നമ്മൾ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഈ റാഗി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇതാ ഈ റാഗി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇളക്കി കുറുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. റാഗി ഒരു മില്ലറ്റാണ്. അതുപോലെ റാഗി റിച്ച് ഇൻ കാൽഷ്യമാണ്. നമ്മളതാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ റാഗി കൊടുക്കുമല്ലോ. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതാ റാഗി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക്, ഇത് പനഞ്ചക്കരയാണ്, ഇതിലേക്ക് കുറച്ച് പനഞ്ചക്കര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി തീ നിർത്താം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ബൗളിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ റാഗി കുറുക്കിയത് ഇതും നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മാങ്ങ, ഇത് പഴമാങ്ങയാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഒരു മാങ്ങയാണിത്, ഒരു മൂവാണ്ടൻ മാങ്ങയാണിത്. അതുപോലെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം നമുക്ക്. അതുപോലെ നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് അധികം വേണ്ട, ഒരു നുള്ളു മതി. ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തു. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതാ നമ്മളിന്ന് തയ്യാറാക്കിയ ഹെൽത്തി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് പനഞ്ചക്കരയുണ്ട്, പിന്നെ റാഗിയുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഉണ്ട്. മാങ്ങയും ഡ്രാഗൺ ഫ്രൂട്ടും ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരം നമുക്ക് കഴിക്കാവുന്ന നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. റാഗിക്കാണെങ്കിലും ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മളത് കഴിക്കുന്നതുകൊണ്ട്. തീർച്ചയായിട്ടും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.